എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലി. അതിലെ ആദ്യത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും. അതിൽ ഉൾപ്പെടുന്ന അവസാനത്തെ പാഠത്തിന്റെ പേര് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഇത് ഒരു നാടകമാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അതിനു മുൻപായിട്ട് നമുക്ക് ഈ നാടകം എഴുതിയ നാടകകൃത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ആരാണ് ഈ നാടകം എഴുതിയിരിക്കുന്നത്? വയല വാസുദേവൻ പിള്ളയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രസക്തി? ഉണ്ട്. കാരണം അദ്ദേഹം മലയാളത്തിൽ ആധുനിക രീതിയിലുള്ള നാടകങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. നമ്മൾ നാടകങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. എവിടെ പോയാണ് നമ്മൾ കാണുന്നത്? ഉത്സവ പറമ്പുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലും നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പോയി കാണും. ആ നാടകങ്ങൾ ഒരു പ്രത്യേക സ്റ്റേജിലാണ് അവതരിപ്പിക്കുന്നത്. നാടകത്തിലെ നടീനടന്മാർ വേദിയിൽ വന്ന് അഭിനയിക്കുന്നു. അതിന് ഒരു പ്രത്യേക കഥയുണ്ടായിരിക്കും. ചിലപ്പോൾ അത് കുടുംബകഥയാകാം, ചിലപ്പോൾ അത് പ്രണയകഥയാകാം. ഇത്തരം നാടകങ്ങൾ കണ്ട് ശീലിച്ച പരിചയിച്ച നമ്മൾ മലയാളികളുടെ മുമ്പിൽ ഒരു പ്രത്യേകതരം, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു നാടക അവതരണം കൊണ്ടുവരികയാണ് വയല വാസുദേവൻ പിള്ള ചെയ്തത്. പരീക്ഷണ നാടകം എന്നാണ് അതിന്റെ പേര്. പരീക്ഷണ നാടകം നമ്മുടെ മലയാളത്തിലല്ല ഉത്ഭവിച്ചത്. അത് പാശ്ചാത്യ നാടക സങ്കല്പങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടത്. പരീക്ഷണ നാടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ തിന്മകൾ, അതിനെയൊക്കെ എതിർത്ത് അതിൽ വിജയം കണ്ടെത്തുക. കൂടാതെ നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും സാമൂഹിക അസമത്വങ്ങളോ അല്ലെങ്കിൽ പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നാടകത്തിലൂടെ അവതരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. ഇങ്ങനെ ശക്തിമത്തായ ഒരു അവതരണ രീതിയാണ് നമ്മുടെ പരീക്ഷണ നാടകങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷണ നാടകമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്നത്. ഇദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സുവർണരേഖ എന്ന പേരിൽ ഒരു നാടകക്കളരി സ്ഥാപിക്കുകയുണ്ടായി. നാടകം പഠിപ്പിക്കുന്ന സ്ഥലം, നാടകക്കളരി. ആ നാടകക്കളരിയിൽ നിന്നും ഏകദേശം 30ഓളം നാടകങ്ങൾ അദ്ദേഹം പിൽക്കാലത്ത് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നാടകങ്ങൾ, അതിനെക്കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ, നമ്മുടെ തനതു നാടക സങ്കല്പങ്ങളെയും പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട്, കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച നാടകങ്ങളാണെന്ന് നമുക്ക് പൊതുവെ പറയാം. എന്താണ് തനതു നാടകങ്ങൾ? കേട്ടിട്ടുണ്ടോ? അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് അവരുടെ സാംസ്കാരികവും ജൈവികവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ വളരെ കുറച്ച് ആളുകൾ കാണത്തക്ക വിധത്തിലുള്ള ഒരു സദസ്സും, അങ്ങനെയുള്ള ഇടങ്ങളിൽ അവതരിപ്പിക്കുന്ന നാടകമാണ് തനതു നാടകം. പിന്നെ നമ്മുടെ നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഏകാംഗ നാടകമാണ്. ഒരേ ഒരു രംഗം മാത്രമുള്ള നാടകം. ഏകാംഗ നാടകങ്ങൾ പൊതുവെ നിങ്ങൾ സ്കൂൾ യുവജനോത്സവത്തിൽ നാടക മത്സരത്തിനായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പിന്നെ ഈ ഏകാംഗ നാടകത്തിനുള്ള മറ്റൊരു പ്രത്യേകത, അത് വളരെ ചെറുതായിരിക്കും, പക്ഷേ അതിൽ ശക്തിയായ ഒരു കഥയുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാടകത്തിന്റെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന ഈ നാടകത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പരീക്ഷണ നാടകമാണ്, ഏകാംഗ നാടകമാണ്. മലയാളത്തിലെ പഴയകാല നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അവതരണ രീതിയാണ് ഈ നാടകത്തിലുള്ളത് എന്നൊക്കെ.
എന്നാൽ നമുക്ക് നമ്മുടെ നാടകമൊന്ന് പഠിക്കാം. പാഠം ഞാൻ വായിക്കുന്നില്ല, പകരം നിങ്ങൾക്ക് അതിന്റെ ആശയം സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞു തരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ നാടകത്തിന്റെ കഥ എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, നമ്മൾ നേരിടുന്ന ചില പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സുസ്ഥിരമാകുകയുള്ളൂ. അത് നേരായ മാർഗത്തിൽ നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഥയിൽ, ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്ന ആ സാമൂഹിക പാരിസ്ഥിതി പ്രശ്നം മറ്റൊന്നുമല്ല, വനനശീകരണമാണ്. വനങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ, പക്ഷേ ഇപ്പോൾ അതിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഉള്ളത്. എവിടെ പോയി ഈ വനങ്ങളെല്ലാം? ആരാണ് ഇതെല്ലാം നശിപ്പിച്ചത്? മറ്റാരുമല്ല, നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം. അവന്റെ സ്വാർത്ഥതയ്ക്കും ധനമുണ്ടാക്കാനുള്ള ആ ഒരു അത്യാഗ്രഹത്തിനും വേണ്ടി വനങ്ങളെല്ലാം വെട്ടിത്തെളിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നമുക്കറിയാം, വളരെ വലുതാണെന്ന്. പലതും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും അങ്ങനെയുള്ള ആ ഒരു പ്രമേയം ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുകയാണ് നാടകകൃത്ത്. ഈ നാടകം നടക്കുന്നത് ഒരു പ്രത്യേക സ്റ്റേജിലൊന്നുമല്ല. ഇത് എവിടെ വെച്ച് വേണമെങ്കിലും നടത്താം. തുറസായ ഒരു സ്ഥലത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു അരയാലിന്റെ ചുവട്ടിലാണ് നമ്മുടെ നാടകം അരങ്ങേറുന്നത്. പക്ഷികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. മനുഷ്യർ വേഷപ്രച്ഛന്നരായി പക്ഷികളുടെ രൂപത്തിൽ ഇതാ നാടകത്തിൽ അഭിനയിക്കുന്നു. കുറെ പക്ഷികൾ അരയാലിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്. കുറെ പക്ഷികൾ ആ അരയാലിന്റെ കൊമ്പുകളിലും മറ്റും ഇരിക്കുന്നുണ്ട്. പക്ഷികളെല്ലാം എന്തൊക്കെയോ പറയുന്നുണ്ട്, രസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം. അവിടേക്കിതാ ഒരു പുതിയ കഥാപാത്രം വന്നു ചേരുകയാണ്. മറ്റാരുമല്ല, ഒരു പക്ഷിശാസ്ത്രക്കാരൻ. ആ പക്ഷിശാസ്ത്രക്കാരനാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രം. പക്ഷികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നവൻ. ഇവിടെ നമ്മുടെ പക്ഷിശാസ്ത്രക്കാരന് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ അന്ധനാണ്. അയാളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. പക്ഷേ അയാളുടെ മുഖം നല്ല തേജസ്സുള്ളതാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ദുഃഖത്തിന്റെ ഭാവം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ ദുഃഖത്തിന്റെ കാരണം എന്നറിയാമോ? മറ്റൊന്നുമല്ല, അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം പിണങ്ങി പിരിഞ്ഞു പോവുകയുണ്ടായി. സ്വന്തം ചിറകുകൾ അറുത്തെറിഞ്ഞാണ് ഇനി നിങ്ങളോടൊപ്പം ഞാനില്ല, ഞാൻ തനിയെ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ആ പിണങ്ങിപ്പോയ ആ പക്ഷി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതോർത്തിട്ടാണ് നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ ദുഃഖിക്കുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു, കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ. ആ കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഏതാണെന്ന് മനസ്സിലായല്ലോ. അവരോട് പിണങ്ങി ചിറകുകളെല്ലാം അരിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം പോയ ആ ഒരു പക്ഷി. അത് കേട്ടിട്ട് ആ കൂട്ടത്തിലുള്ള മറ്റൊരു പക്ഷി പറയുകയാണ്, പിണങ്ങി പിരിഞ്ഞ് സ്വയം അറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ, എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല. ഇതാണ് ആ പക്ഷികളുടെ സംസാരം. എന്തായാലും അവരുടെയെല്ലാം മനസ്സിലുള്ള, അവർക്കെല്ലാം ദുഃഖം നൽകുന്ന ഒരു കഥാപാത്രമാണ് ഈ പിണങ്ങിപ്പോയ ആ പക്ഷി. അങ്ങനെ ആ പക്ഷികളെല്ലാം അവിടെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഒരു യാത്ര പോകാമെന്ന്. യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇവിടെ നമ്മുടെ പക്ഷി ശാസ്ത്രകാരനും
മറ്റു പക്ഷികളും ഇതാ ഒരു യാത്ര പുറപ്പെടുന്നു. അവർ എവിടേക്കാണ് പോകുന്നത്? നമുക്കൊന്ന് നോക്കാം. അവർ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്തെത്തി. പിന്നീട് അവർ തെളിനീർ തടാകത്തിൽ കുളിച്ചു. അതിനുശേഷം സാഗരങ്ങൾ, 7 സാഗരങ്ങൾ, 7 കടലുകളും അവർ കണ്ടുകൊണ്ട് കടന്നു. പിന്നീട് അവർ ചെന്നത് തെണ്ടികളുടെ പറുദീസയിലാണ്. പറന്നു ചെന്ന അവർ ആ തെണ്ടികളുടെ പറുദീസയിൽ കിടന്ന് ഉറങ്ങി. തുടർന്നവർ പട്ടിണിക്കാരന്റെ അത്താഴമുണ്ടു. ആ ഒരു പ്രയോഗം നോക്കൂ, പട്ടിണിക്കാരന്റെ അത്താഴം. പട്ടിണിക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് വയറു നിറച്ച് കഴിക്കാൻ ആഹാരമില്ല, അയാൾ പട്ടിണിക്കാരനാണ്. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ ഇവരെല്ലാം വിരുന്നുകാരായി ചെന്നാൽ ഇവർക്കും കഴിക്കാൻ ഭക്ഷണമുണ്ടാകുമോ? ഇല്ല. ഇവിടെ ഒരു പുരാണ കഥ സ്മരിക്കുന്നുണ്ട്. ഒഴിഞ്ഞ പാത്രത്തിലെ ചീരയില, നമുക്കത് മൃഷ്ടാന്ന ഭോജനം. ഒഴിഞ്ഞ പാത്രത്തിലെ ചീരയില. ഒരു ചീരയില കഴിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ല. പക്ഷേ ആ പട്ടിണിക്കാരന്റെ വീട്ടിൽ ഒന്നുമില്ല എങ്കിലും എന്തോ കുറച്ച് കഴിച്ച് അവർ വിശപ്പടക്കി. ഇവിടെ പറയുന്ന പുരാണ കഥ പാണ്ഡവർ വനവാസം അനുഷ്ഠിക്കുന്ന കാലം. പാണ്ഡവർക്ക് കാട്ടിൽ അവരുടെ ഭക്ഷണത്തിനും മറ്റും ബുദ്ധിമുട്ട് വന്നപ്പോൾ സൂര്യഭഗവാൻ അക്ഷയപാത്രം എന്ന ഒരു വരം നൽകുന്നു, ഒരു പാത്രം നൽകുന്നു. ആ പാത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പാത്രത്തിൽ നിന്നും ഏത് ഭക്ഷണ വസ്തുവും ഇഷ്ടം പോലെ ലഭിക്കും. പക്ഷേ ഒരു നിബന്ധന, ഒരു ദിവസം ആ പാത്രത്തിൽ അവസാനം ഭക്ഷണം കഴിക്കേണ്ടത് പാഞ്ചാലിയാണ്. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം ആ പാത്രത്തിൽ നിന്നും ഒന്നും ലഭ്യമാകുകയില്ല. അങ്ങനെ അവർ ജീവിച്ചു വരവേ ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ കൗരവർ, അവരിൽ മൂത്തയാൾ ദുര്യോധനൻ, പാണ്ഡവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു. അതിനായിട്ട് അവർ അതീവ കോപിഷ്ഠനായ ദുർവാസാവു മഹർഷിയെ സമീപിച്ചു. എന്നിട്ട് ദുർവാസാവു മഹർഷിയെ നമ്മുടെ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഭക്ഷണമെല്ലാം അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എത്തുന്ന രീതിയിൽ. അതുതന്നെ അവിടെ സംഭവിച്ചു. പാണ്ഡവരും പാഞ്ചാലിയും എല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇതാ ദുർവാസാവ് നല്ല വിശപ്പോടെ എത്തിയിരിക്കുന്നു. പാഞ്ചാലി എന്തു ചെയ്യും? ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ശപിക്കും. എങ്കിലും ഞാൻ കുളിച്ചിട്ട് വരാം, അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യന്മാരുമുണ്ട്, ഞങ്ങൾ കുളിച്ചിട്ട് വരാം, അപ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കൂ എന്ന് പറഞ്ഞ് മഹർഷിയും ശിഷ്യന്മാരും പോകുന്നു. പാഞ്ചാലി മനമുരുകി ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ട കൃഷ്ണൻ പാഞ്ചാലിയുടെ അരികിൽ എത്തുകയാണ്. എന്നിട്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നു, വേഗം എന്തെങ്കിലും തരൂ എന്ന് പറയുന്നു. അത് കേട്ട് പാഞ്ചാലി ഞാൻ ഭക്ഷണം കഴിച്ചു, ഇനി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആ പാത്രം ഇങ്ങ് എടുത്തുകൊണ്ടുവരൂ, അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പാത്രം കൊണ്ടു കൊടുക്കുന്നു. കൃഷ്ണൻ അതിന്റെ ചുറ്റും ഉള്ളിലുമൊക്കെ നോക്കുമ്പോൾ ഒരു ചീരയില അതിന്റെ വക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. ഉടനെ കുറച്ച് വെള്ളം മേടിച്ച് അതിലൊഴിച്ച് ആകെ കലക്കി ആ വെള്ളവും ചീരയും കൂടി ഉള്ളിലേക്കാക്കുന്നു. കൃഷ്ണന്റെ വയറ്റിലേക്കാണ് അവ പോയതെങ്കിലും ആ വിശപ്പ് മാറിയതും ഏമ്പക്കമൊക്കെ ഇട്ടതും മറ്റാരുമല്ല, മഹർഷിയും ശിഷ്യന്മാരുമായിരുന്നു. അങ്ങനെ ആ വിശപ്പെല്ലാം മാറിയ അവർ, ആ മഹർഷിക്ക് പിന്നെ ആഹാരം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ പാണ്ഡവരെ ശപിക്കാതെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ വിവരം മനസ്സിലാക്കിയ ദുർവാസാവു മഹർഷി പിന്നീട് പാണ്ഡവരെ അനുഗ്രഹിക്കുകയും കൗരവരെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് അർത്ഥമാക്കിയ ആ കഥ, ആ ചീര ഇല, ആ പുരാണ കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അപ്പോൾ പട്ടിണിക്കാരന്റെ വീട്ടിൽ അത്താഴമുണ്ടു എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ആ യാത്രയൊക്കെ കഴിഞ്ഞ് പല പല സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തുകയാണ്. താമസ സ്ഥലത്തെത്തിയപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത്. എന്താണ് ഞെട്ടാനുള്ള കാരണം? അവരുടെ വാസസ്ഥലം, അവർ താമസിച്ചിരുന്ന മരങ്ങൾ അവിടെ എങ്ങും കാണുവാനില്ല.
ആരോ അതെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ദുഃഖം വരാതിരിക്കുമോ? പേടി വരാതിരിക്കില്ലേ? പക്ഷികൾ, നമുക്കറിയാം പക്ഷികൾ മരങ്ങളിലാണ് താമസിക്കുന്നത്. കൂടുകെട്ടി അവർ മരങ്ങളിൽ സന്തോഷത്തോടെ താമസിക്കുന്നു. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുമ്പേ അവരെല്ലാവരും ഉണരും. മരങ്ങളിലിരുന്ന് അവർ പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ അവർ സംസാരിക്കുകയാകാം. നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഇര തേടേണ്ടത്, ഇങ്ങനെ പലതുമായിരിക്കാം. സൂര്യൻ ഉദിക്കുന്നതോടെ വെളിച്ചം വരുന്നതോടെ അവരെല്ലാവരും ഇര തേടി പറന്നു പോകുന്നു. പക്ഷികൾ അങ്ങനെ പോകുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. അവർ ഒറ്റയ്ക്കല്ല പോകുക, ഓരോ സംഘമായിട്ടാണ്. ആകാശത്തിലൂടെ അവർ നിരനിരയായി അങ്ങനെ പോകുന്ന കാഴ്ച നിങ്ങളും കണ്ടിട്ടില്ലേ? വൈകുന്നേരമാകുമ്പോൾ, ഇരുട്ട് പരക്കാറാകുമ്പോൾ അവർ തിരിച്ച് അവരുടെ വാസസ്ഥാനത്തേക്ക് അതേപോലെ പറന്നു വരും. നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം. പക്ഷികളെ നമ്മൾ ആ കാര്യത്തിൽ മാതൃകയാക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ പക്ഷിശാസ്ത്രക്കാരനും മറ്റു പക്ഷികളും വന്നപ്പോൾ അവരുടെ വാസസ്ഥലങ്ങളെല്ലാം ആരോ വെട്ടി നശിപ്പിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഒരേ ഒരു മരം മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ കണ്ട അരയാൽ മരം. അവർക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ അവരുടെ താമസ സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശപ്പ് മാറ്റാനായിട്ട് അവർക്കൊന്നുമില്ലാതായിരിക്കുന്നു. അവരാകെ വിഷമിക്കുകയാണ്. അങ്ങനെ അവർ ദുഃഖത്തോടെ എവിടെ ചേക്കേറും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ കാണുന്നത് അവിടെയെല്ലാം വെളുത്ത പൂക്കൾ അങ്ങനെ ചിതറിക്കിടക്കുന്നതാണ്. എങ്കിലും അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷിശാസ്ത്രക്കാരൻ, അദ്ദേഹം ഇവരുടെ ഒരു രക്ഷിതാവാണ് എന്ന് കൂടി കരുതുക. ഈ പക്ഷികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതും ഈ പക്ഷിശാസ്ത്രക്കാരനാണ്. അദ്ദേഹം പറയുന്നു, ദൂരെ കുന്നിന്റെ മുകളിൽ കതിരുകൾ വിളഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ അതുപോയി കൊത്തി കഴിക്കുക. അങ്ങനെ നിങ്ങളുടെ വിശപ്പ് മാറ്റുക. പക്ഷേ പക്ഷികൾക്ക് പോകാൻ പേടിയാണ്. ആ കതിരുകൾ കൊത്തി കഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ നമ്മളെ അപായപ്പെടുത്തുകയില്ലേ, ഉപദ്രവിക്കുകയില്ലേ എന്ന് അവർ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ പോയി വരിൻ, എന്നിട്ട് കതിരുകൾ കൊണ്ടുവരിൻ, ആവശ്യത്തിന് കഴിക്കുവിൻ. കാരണം നിങ്ങൾ വിതച്ചതാണ് അവയെല്ലാം. നിങ്ങൾക്കത് കൊയ്തുകൊണ്ടുവരാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ പോകുമ്പോൾ ആ വഴിവക്കിൽ മലയോരത്തെ കാട്ടരുവിയുണ്ട്. അത് വറ്റിയോ എന്നുകൂടി ഒന്ന് അറിഞ്ഞു വരണം. കാട്ടിലൂടെ ഒഴുകുന്ന നല്ല തെളിഞ്ഞ നീരുറവ, കളകളാരവം പൊഴിച്ചുകൊണ്ടൊഴുകുന്ന മനോഹരമായ അരുവി, അതവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഇത് കേട്ടിട്ട് പക്ഷികൾ പറയുകയാണ്, ഞങ്ങൾ പോകാം, പക്ഷേ ഞങ്ങൾക്ക് പറക്കാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ ചൂടാണ് എന്ന് പക്ഷികൾ പറയുന്നു. ചിറക് കരിഞ്ഞു പോകുന്ന ചൂട്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ചൂട് വന്നത്? മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞതുകൊണ്ട്. നമ്മൾ നല്ല പൊരി വെയിലത്ത് ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ക്ഷീണിതരാകും. അതിനിടയിൽ നല്ല ഒരു തണൽ വൃക്ഷം കണ്ടാൽ നമ്മൾ അതിന്റെ ചുവട്ടിൽ ചെന്ന് അല്പനേരം ഇരുന്നാൽ നമ്മുടെ ക്ഷീണമെല്ലാം പോകും. എന്തൊരു തണുപ്പാണ് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നമുക്ക് ലഭിക്കുന്നത്. വൃക്ഷങ്ങൾ തണുപ്പ് നൽകുന്നു, തണൽ നൽകുന്നു. അങ്ങനെയുള്ള വൃക്ഷങ്ങളെയാണ് മനുഷ്യൻ വെട്ടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ് ചൂട് എന്നത്. ആഗോള താപനം ഇന്ന് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഓരോ വർഷവും വരുന്ന ചൂടിന്റെ അളവിൽ വരുന്ന വ്യത്യാസം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേനലായാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര ചൂടാണ്. ഒരു പാഠപുസ്തകത്തിൽ അമേരിക്കയിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പാഠമുണ്ട്. അതിൽ കുറച്ച് കാര്യം ഞാനൊന്ന് പറയാം.
ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കുകയാണ്. ഈ പ്രദേശത്ത്, അതിലെ വാക്യങ്ങളാണ്, ഈ പ്രദേശത്ത് ആളുകൾ മരിച്ചുപോയാൽ അവരെ കുഴിച്ചിടാൻ ഭൂമിയില്ല, അവരെ ദഹിപ്പിക്കുവാൻ വിറകില്ല. അതുകൊണ്ട് മൃതദേഹങ്ങളെല്ലാം കടലിൽ കൊണ്ടുചെന്ന് കളയുകയാണ് പതിവ്. ചില മൃതദേഹങ്ങൾ കടലിൽ ജീവികൾ ഭക്ഷിച്ച് അങ്ങനെ ഇല്ലാതെയാകും. ചിലവ ചീഞ്ഞളിഞ്ഞ് തീരത്തു വന്നടിയും. ഇതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇവിടെയുള്ള മനുഷ്യർ വസ്ത്രങ്ങൾ ധരിക്കാറില്ല. കാരണം വസ്ത്രങ്ങൾ ധരിച്ചാൽ അതിന്റെ കൂടെ ചൂട് അവർ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് പറയുന്നു, ഈ പ്രദേശം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏഷ്യ ഭൂഖണ്ഡത്തില് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഉപഭൂഖണ്ഡമുണ്ട്. അവിടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ പ്രദേശം. ഏതാണ് ആ പ്രദേശം? മറ്റൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനം കേരളം. അതെ, കേരളത്തെ കുറിച്ച് ഒരു 50 വർഷത്തിന് ശേഷം വരാവുന്ന കാര്യമാണ് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നത്. ഇത് വളരെ കുറെ മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഏതാണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ടൊക്കെ അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. എന്തായാലും നമുക്ക് വീണ്ടും നാടകത്തിലേക്ക് വരാം. അപ്പൊ ചൂടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിന്റെ കാരണം ഈ വൃക്ഷങ്ങൾ ഇല്ലാതെയാക്കുന്നതാണ്. കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വൃക്ഷങ്ങളാണ് വലിച്ചെടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ ചൂട് കൂട്ടുന്നത്. ഈ വൃക്ഷങ്ങൾ ഇല്ലാതെയായാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കും. തൽഫലമായിട്ട് ചൂടും കൂടും. എന്നിട്ട് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു, ഇതെല്ലാം ആരാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കൂരമ്പും കൂർത്ത നോട്ടവുമായിട്ട് ഇരുട്ടത്ത് ഇഴഞ്ഞു നടക്കുന്ന ഒരു ജീവി. കയ്യിൽ കൂരമ്പുണ്ട്, അവന്റെ നോട്ടം കൂർത്തതാണ്, ഇരുട്ടിലാണ് അവൻ ഇഴഞ്ഞു സഞ്ചരിക്കുന്നത്. അതാരാണ്? മനുഷ്യൻ. ആ മനുഷ്യനാണ് ഈ വനങ്ങൾ വെട്ടി നശിപ്പിച്ച് ഈ അന്തരീക്ഷമാകെ ചൂട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷികൾക്ക് പറന്നു പോകാൻ പോലും സാധിക്കുന്നില്ല. അവരുടെ ചിറക് കരിഞ്ഞു പോകും എന്നാണ് ആ പക്ഷികൾ പറയുന്നത്. അങ്ങനെ വിശപ്പ് മാറ്റുന്നതിനായിട്ട് പക്ഷിശാസ്ത്രക്കാരന്റെ നിർദ്ദേശപ്രകാരം മറ്റു പക്ഷികളെല്ലാം അവിടെ നിന്നും ദൂരെ കുന്നിനു മുകളിൽ കതിരുകൾ അങ്ങനെ വിളഞ്ഞു നിൽപ്പുണ്ടല്ലോ, അത് കൊത്തി തിന്നാനായിട്ട് പോകുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ നിങ്ങളോടൊപ്പം പറക്കാൻ, അതുകൊണ്ട് എനിക്കായിട്ടുള്ളത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അതുവരെ ഞാനിവിടെ ധ്യാനത്തിലിരിക്കാം. പക്ഷികൾ പറന്നുപോയി, ദൂരേക്ക് പറന്നുപോയി. അങ്ങനെ അവർ ആ കുന്നിന്റെ മുകളിൽ കതിരുകൾ കൊത്തിയെടുക്കുകയാണ്. അത് കൊത്തിയെടുക്കാൻ തുടങ്ങുമ്പോൾ ആ പാടത്തിന്റെ ഉടമ അവിടേക്ക് പെട്ടെന്ന് എത്തുകയാണ്. അയാളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അമ്പും വില്ലും. അയാൾ വെറുതെ ഇരിക്കുമോ? അയാളുടെ പാടമാണ്, കതിരുകളാണ് കൊത്തിത്തിന്നാൻ പക്ഷികൾ വന്നിരിക്കുന്നത്. കയ്യിലുള്ള ആയുധം വെച്ചിട്ട് അയാൾ കിളികളെ പറത്തിവിടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നു, നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അയാളെയാണ് എനിക്ക് കാണേണ്ടത്. അയാൾക്കറിയാം ഈ പക്ഷികളെ അവിടേക്ക് പറഞ്ഞു വിട്ടത് ആരാണെന്ന്. ഉടനെ തന്നെ തന്റെ പാടം നശിപ്പിക്കാൻ വന്ന കിളികളെ അയച്ച ആ വ്യക്തിയെ കാണണം, അയാളെ ശിക്ഷിക്കണം എന്ന വാശിയിൽ ആ ഉടമ നമ്മുടെ പക്ഷിശാസ്ത്രക്കാരനെ തേടി വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ പക്ഷിശാസ്ത്രക്കാരനെ അയാൾ ഉപദ്രവിക്കുകയാണ്. അമ്പും വില്ലും ഉപയോഗിച്ച് ശരീരമാകെ അമ്പെയ്ത് കൊള്ളിക്കുകയാണ്. ആ സമയത്ത് അവിടെയെല്ലാം കിടന്നിരുന്ന വെളുത്ത പൂക്കൾ അതിന്റെ നിറം മാറിയിട്ട് ചുവന്ന പൂക്കളാകുന്നു. ഈ ഉടമയുടെ അനീതി കണ്ടിട്ട് അതിന്റെ ഒരു പ്രതിഷേധം എന്ന പോലെയാണ് ആ വെളുത്ത പൂക്കൾ ചുവക്കുന്നത്. വെളുപ്പ് നന്മയുടെ, സമാധാനത്തിന്റെ നിറമാണല്ലോ.
ആ സമാധാനമാണ് ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ പാടത്തിന്റെ ഉടമ ഇതാ നല്ലവനായ പക്ഷിശാസ്ത്രക്കാരനെ ശരീരം മുഴുവൻ അമ്പെയ്ത് കൊള്ളിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം മരണപ്പെട്ടേക്കാം. അതൊരു അനീതിയല്ലേ? അല്ലെങ്കിൽ സമാധാനക്കേടല്ലേ? അതിന്റെ പ്രതിഷേധം എന്ന മട്ടിൽ ആ വെളുത്ത പൂക്കളെല്ലാം ഇതാ ചുമന്നിരിക്കുന്നു. ഇത് കണ്ട നമ്മുടെ ഉടമ എന്ന് പറയുന്ന ആ വ്യക്തി പേടിച്ച് ഓടുകയാണ്. അയാൾ ഓടി മറയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കതിർ കൊത്തിയെടുക്കാനായി പോയ പക്ഷികളെല്ലാം തിരിച്ചു വരുന്നു. അവർ വരുമ്പോൾ കാണുന്നത് അവിടെയുള്ള വെളുത്ത പൂക്കളെല്ലാം ചുമന്നു കിടക്കുന്നതാണ്. അവർക്കെന്തോ ഉള്ളിൽ ഭയാശങ്ക തോന്നുന്നു. മാത്രമല്ല, തങ്ങളുടെ എല്ലാമായ രക്ഷിതാവ് ആ പക്ഷിശാസ്ത്രക്കാരൻ അദ്ദേഹത്തെ കാണുന്നതുമില്ല. ആ ഉടമയെങ്ങാനും ഇവിടെ വന്നോ, അദ്ദേഹത്തെ ഉപദ്രവിച്ചോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. ആ പക്ഷികൾ അവസാനം തങ്ങളുടെ രക്ഷിതാവിനെ, തങ്ങളുടെ പിതാവിന് തുല്യനായ ആ പക്ഷിശാസ്ത്രക്കാരനെ കണ്ടെത്തുന്നു. അവർ കാണുമ്പോൾ ശരീരം മുഴുവൻ അമ്പുകൾ തുളച്ചു കയറിയ രീതിയിൽ അവശനായിട്ടിരിക്കുകയാണ് നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ. ഒടുവിൽ അവർ അറിയുകയാണ് ആ പക്ഷിശാസ്ത്രക്കാരനെ അമ്പെയ്ത ആ ഉടമ ആരാണെന്ന്. മറ്റാരുമല്ല, അവരുടെ തന്നെ കൂട്ടത്തിൽ നിന്നും സ്വന്തം ചിറകുകളെല്ലാം അരിഞ്ഞ് അവരെ വിട്ട് പറന്നുപോയ ആ പക്ഷിയുണ്ടല്ലോ, അതാണ് ആ ഉടമ. ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വർഗവഞ്ചന ചെയ്യുന്ന ആളുകളുണ്ട്, സ്വന്തം കൂട്ടത്തിലുള്ളവരെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് സ്വന്തം കാര്യം നിലനിർത്താൻ വേണ്ടി, ധാരാളം പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് ദുർമാർഗങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെയെല്ലാം പ്രതിനിധിയാണ് നമ്മുടെ ഈ ഉടമ എന്ന പക്ഷി. അപ്പോൾ ഉടമ എന്തിന്റെ പ്രതീകമാണെന്ന് മനസ്സിലായല്ലോ? ദുഷ്ടനായ മനുഷ്യന്റെ, വർഗവഞ്ചകനായ മനുഷ്യന്റെ, ഒറ്റുകാരനായ മനുഷ്യന്റെ പ്രതിനിധി എന്ന് തന്നെ പറയാം. അവരുടെ കൂട്ടത്തിൽ നിന്നും പണമുണ്ടാക്കാൻ വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരെയെല്ലാം വിട്ട് പോയ ആ പക്ഷി. ആ പക്ഷിയെയാണ് എപ്പോഴും പക്ഷിശാസ്ത്രക്കാരൻ അവൻ തിരിച്ചു വന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖത്തോടെ കാണുന്നത്. അവൻ വന്നു, പക്ഷേ വന്നിട്ട് എന്താണ് ചെയ്തത്? അവരുടെ എല്ലാമായ ആ ഗുരുവിനെ, ആ പിതാവിനെ, ആ പക്ഷിശാസ്ത്രക്കാരനെ അമ്പെയ്തവൻ കൊല്ലുകയാണ് ചെയ്തത്. ഒരിക്കൽ ഈ ഉടമയെ കുറിച്ച് പക്ഷികൾ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ചെന്നാൽ ആ ഉടമ ഞങ്ങളെ അമ്പെയ്ത് കൊല്ലും, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അവനെ കൊത്തി കൊല്ലട്ടെ എന്ന്. എല്ലാവരും ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിന്റെ നടുവിൽ. ഞങ്ങളങ്ങനെ ചെയ്യട്ടെ എന്ന് ഈ പക്ഷികൾ പക്ഷിശാസ്ത്രക്കാരനോട് പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത്, അയ്യോ വേണ്ട, എന്റെ പൊന്നും കൂടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. കണ്ടോ, എന്തൊരു നല്ല മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ. ആ ദുഷ്ടനായ ഉടമയെ കൊത്തിക്കൊല്ലാമെന്ന് മറ്റു പക്ഷികൾ പറയുമ്പോഴും ഇദ്ദേഹം പറയുന്നത് വേണ്ട, കൊത്തിക്കൊല്ലണ്ട എന്നാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഹിംസ, മറ്റു ജീവികളെ കൊല്ലുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ കൊല്ലാൻ പാടില്ല എന്നൊരു ആശയം നമ്മുടെ മുന്നിലേക്ക് നൽകുകയാണ്. അഹിംസാപരമായ ജീവിതമാണ് നല്ലത് എന്ന ഒരു ചിന്താഗതി ഇവിടെ വളർത്തിയെടുക്കാൻ നാടകകൃത്ത് പക്ഷിശാസ്ത്രക്കാരനിലൂടെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ പക്ഷിശാസ്ത്രക്കാരന്റെ ശരീരം മുഴുവൻ കൂരമ്പുകളാണ്. അദ്ദേഹം പറയുന്നു, എന്നെ ഒന്ന് കിടത്തൂ എന്ന്. അങ്ങനെ ശരീരത്തിലെ ആ കൂരമ്പുകളിൽ മറ്റു പക്ഷികൾ അദ്ദേഹത്തെ കിടത്തുകയാണ്. അത് കണ്ടാൽ ഒരു ശരശയ്യ പോലെ തോന്നും. ആ
ആ ശരശയ്യയിലാണ് നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ കിടക്കുന്നത്. ശരശയ്യ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ വാക്ക് മുൻപ്? ഉണ്ട്. അതും ഒരു പുരാണത്തിലാണ്, മഹാഭാരതത്തിൽ. ഭീഷ്മ പിതാമഹൻ, കൗരവരുടെയും പാണ്ഡവരുടെയും മുത്തച്ഛൻ, കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി അതിന്റെ ആദ്യ തലവനായിരുന്നു, നേതൃത്വം വഹിച്ച ആളായിരുന്നു ഭീഷ്മ പിതാമഹൻ. 10ാമത്തെ ദിവസം യുദ്ധഭൂമിയിൽ അദ്ദേഹം അമ്പേറ്റ് വീഴുകയാണ്. ഭീഷ്മർക്ക് ഒരു വരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ മരണം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ അമ്പുകൾ ശരീരത്തിലേറ്റ് ആ ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ, അദ്ദേഹം പിന്നീട് ആ മരണത്തിന്റെ ഉത്തമമായ ഒരു മുഹൂർത്തത്തിൽ സ്വച്ഛന്ത മൃത്യു കൈവരിച്ച് സ്വർഗലോകത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടെ ആ ശരശയ്യയിൽ കിടന്ന ഭീഷ്മരെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ ഇപ്പോൾ കിടക്കുന്നത്. ശരശയ്യയിൽ അങ്ങനെ കിടക്കുകയാണ്. ഉടമയ്ക്ക് ഈ സമയത്ത് ഓടിപ്പോകുന്ന ഉടമയുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ആ വെളുത്ത പൂക്കളെല്ലാം ചുമന്നത് കണ്ടപ്പോൾ ഭയപ്പെട്ട ആ ഉടമ, അയാളുടെ തോട്ടത്തിലേക്കാണ് ഓടിപ്പോയത്. അയാൾ സമ്പാദിച്ചു കൂട്ടിയ, അയാൾ മേടിച്ചു കൂട്ടിയ അയാളുടെ ധനത്തിന്റെ ആ ഒരു ആവാസ സ്ഥലത്തേക്ക്. അയാൾക്ക് എല്ലാം ഉണ്ട്, പണമുണ്ട്, തോട്ടമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അയാൾ അവിടെ കാണുന്നത് എന്താണ്? അവിടെയും പൂക്കളെല്ലാം, അയാളുടെ തോട്ടത്തിലെ പൂക്കളെല്ലാം ചുമന്നിരിക്കുന്നു. എന്തോ ഒരു അത്യാപത്ത് വരാൻ പോകുന്നു, അനീതിയുടെ പ്രതിഷേധം. അതാണല്ലോ വെളുത്ത നിറമെല്ലാം ചുമക്കുന്നത്, വെളുത്ത പൂക്കളെല്ലാം ചുമക്കുന്നത്. അയാൾക്ക് ഉള്ളിൽ ഭയമാകുകയാണ്. പേടിയോടെ അയാൾ തിരിച്ച് ഓടുന്നു. എവിടേക്ക്? നമ്മുടെ പക്ഷിശാസ്ത്രക്കാരനും മറ്റു പക്ഷികളുമുള്ള ആ അരയാലിന്റെ ചുവട്ടിലേക്ക്. അയാൾ അവിടെ എത്തിയിട്ട് പേടിയോടെ പറയുന്നു, എനിക്ക് നിങ്ങളുടെ കൂടെ ചേരണം. എനിക്ക് ഒന്നും വേണ്ട, ഞാൻ സമ്പാദിച്ചതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആകെ ഭയമാകുന്നു, എനിക്ക് നിങ്ങളുടെ ഒപ്പം ചേരണം. അതായിരുന്നല്ലോ നമ്മുടെ പക്ഷിശാസ്ത്രക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ പാഠത്തിന്റെ ആദ്യം പഠിച്ചിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മളെ വിട്ടുപോയ ആ പക്ഷി, അവൻ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. അവനെക്കുറിച്ചുള്ള ദുഃഖമാണ് പക്ഷിശാസ്ത്രക്കാരന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു അയാൾക്ക്. അതിതാ നടന്നിരിക്കുന്നു. ആ ചിറകുകൾ സ്വയം അരിഞ്ഞു കളഞ്ഞ് അവരിൽ നിന്നും വേർപെട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോയ ആ പക്ഷി ഇതാ അതെല്ലാം ഉപേക്ഷിച്ച് അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം മരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മരണാസന്ന സമയത്ത് അവിടെ എത്തുകയാണ്. നിങ്ങളുടെ കൂടെ എനിക്ക് ചേരണമെന്നുണ്ട്. ആ കിളികൾ, മറ്റുള്ളവർ അവനെ തള്ളി പറയുന്നില്ല, ഞങ്ങളുടെ കൂടെ ചേരണ്ട എന്ന് പറഞ്ഞ് എതിർക്കുന്നില്ല. ആ പേടിച്ച് ഭയപ്പെട്ട് എല്ലാ പാപങ്ങളും കളഞ്ഞെത്തിയ ആ പക്ഷിയെ, ആ ഉടമ എന്ന പക്ഷിയെ അവർ അവരുടെ കൂട്ടത്തിൽ ചേർക്കുന്നു. അവന് സ്വർണ്ണ ചിറക് നൽകുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് പറക്കുകയാണ്. ഇതോടെ നാടകം അവസാനിക്കുന്നു. ഇതാണ് നാടകത്തിന്റെ ആശയം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സിന്റെ കൂടെ ഞാൻ ഈ പാഠത്തിലെ നോട്ട്സും കൂടി ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണുക. അതുകൊണ്ട് അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന ക്ലാസ് വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതാ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക. എഴുതി നോക്കാം. ഈ നാടകം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളടക്കം ചെയ്യുന്നു. അവയിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പരിസ്ഥിതിയെ മാറ്റിമറിച്ച വനനശീകരണമാണ്. പണമുണ്ടാക്കാനും സ്വാർത്ഥ ലാഭങ്ങൾക്കുമായി പ്രകൃതി സമ്പത്തായ വനം
മനുഷ്യൻ വെട്ടി വെളുപ്പിച്ചു. കാടുകൾ ഇല്ലാതായത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രതികൂലമായി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു. ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാതായി. കാട്ടരുവികളെല്ലാം വറ്റി വരണ്ടു. മൃഗങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കാടിറങ്ങി നാട്ടിലെത്തുക ഇന്ന് പതിവായിരിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ ക്ലാസ് വീഡിയോയിൽ പറയാൻ വിട്ടുപോയിരുന്നു. ഇവിടെ നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ കാട്ടരുവിയിൽ വെള്ളമുണ്ടോ എന്ന് മറ്റു പക്ഷികളോട് നോക്കാനായി ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, വനങ്ങളെല്ലാം വെട്ടിത്തെളിച്ചതിന്റെ ഫലമായിട്ട് കാട്ടിൽ അരുവികളെല്ലാം വറ്റിപ്പോയിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾക്ക് കുടിക്കാനായി, ദാഹം മാറ്റാനായി വെള്ളമില്ലാതെ വരുന്നു. അതുപോലെ അവരുടെ ആവാസ സ്ഥലം, താമസ സ്ഥലം ഇല്ലാതെ വരുന്നു. ഇതിന്റെ ഫലമായിട്ട് മൃഗങ്ങളെല്ലാം ഇന്ന് നാടുകളിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ദിനം പ്രതി വാർത്തകളിൽ കാണുന്ന കാര്യമാണല്ലോ. ആനകളും പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിൽ അവയ്ക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി അവ നാടുകളിൽ എത്തുകയാണ്. പക്ഷേ പരിണത ഫലം എന്താണ്? മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. പുലിയും കടുവയും ഒക്കെ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി കൊന്ന് ഭക്ഷണമാക്കുന്നു. ആനകളാണെങ്കിൽ നാട്ടിലിറങ്ങി കൃഷിസ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നു. എത്രയെത്ര മനുഷ്യരുടെ ജീവനാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ്. വനനശീകരണമാണ്. ഈ ഒരു പോയിന്റ് ഞാൻ ക്ലാസ് വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. സദയം ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു വിശദീകരണം തന്നിരിക്കുന്നത്. തുടർന്ന് നോക്കൂ. അധ്വാനിക്കുന്നവനെയും ജന്മിയെയും ഈ നാടകത്തിൽ കാണാം. കൂട്ടത്തിൽ നിന്നും പിണങ്ങിപ്പോയ പക്ഷി ഉടമയായി എന്ന് പറയുന്നത് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രകൃതിയോടും സഹജീവികളോടും എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യനെ കുറിച്ചുള്ള സൂചനയാണ്. കൂടെ നിൽക്കുന്നവരെ വഞ്ചിച്ച് ഉടമകളാകുന്നവർക്ക് ഉയർച്ചയുണ്ടാകില്ല എന്ന തത്വവും നാടകത്തിൽ കാണാം. വർഗവഞ്ചകർ ഒടുവിൽ പാഠം പഠിച്ച് പഴയ താവളത്തിൽ എത്തിച്ചേരുന്നത് ഉടമയുടെ തിരിച്ചുവരവിലൂടെ സൂചിപ്പിക്കുന്നു. വെളുത്ത പൂക്കൾ ചുവക്കുന്നത് അനീതിക്കെതിരായ പ്രതിഷേധത്തിന്റെ അടയാളമാണ്. അധികാരവും മുതലാളിത്തവും തകർന്നു വീഴുമെന്ന് പറയുന്നതോടൊപ്പം ഹിംസയെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ, ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിന്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക. ഒരു പക്ഷി കുഞ്ഞിന്റെ അവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. ഞാ വരുന്നതിന് പകരം ഇത്തയാണ് വന്നിരിക്കുന്നത്. സദയം ക്ഷമിക്കുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം പക്ഷിശാസ്ത്രക്കാരനാണ്. മനുഷ്യൻ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചപ്പോൾ, പ്രകൃതിയുടെ താളങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ എല്ലാം ഫലമായി പക്ഷികൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുന്നു. ഇതിൽ വേദനിക്കുന്ന കഥാപാത്രമാണ് പക്ഷിശാസ്ത്രക്കാരൻ. അവഗണിക്കപ്പെടുന്നവരുടെ പ്രതിനിധിയും അവർക്ക് രക്ഷാമാർഗം ഉപദേശിച്ചു കൊടുക്കുകയും അദ്ദേഹം ചെയ്യുന്നു. കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞുപോയി ഉടമയായി മാറിയവനെ ഉപദ്രവിക്കാമെന്ന് പക്ഷികൾ പറയുമ്പോൾ ചോര കൊണ്ട് കുഴയ്ക്കരുത്, ഹിംസ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്ന പക്ഷിശാസ്ത്രക്കാരൻ കരുതലിന്റെയും സ്നേഹത്തിന്റെയും സർവോപരി പ്രകൃതി സ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഇനി നമുക്ക് ഉടമയെ ഒന്ന് നോക്കാം. തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ പക്ഷിക്കൂട്ടത്തിൽ നിന്നും പോയ ഉടമ എന്ന കഥാപാത്രം വർഗവഞ്ചകരുടെ പ്രതിനിധിയാണ്. വിശപ്പടക്കാനായി കതിരുകൾ കൊത്താനെത്തുന്ന കിളികളെ അമ്പെയ്തു വീഴ്ത്താൻ ശ്രമിക്കുന്നയാൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സ്വാർത്ഥനായ മനുഷ്യന്റെ പ്രതീകമാണ്. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സ്വന്തം വർഗത്തിനെ പോലും ഇല്ലായ്മ ചെയ്യാൻ മനസ്സുള്ള കഥാപാത്രമാണ് അയാൾ. ഒടുവിൽ താൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കിയ അയാൾ സ്വർണ്ണ ചിറക് തിരിച്ചു കിട്ടാനും കിളികളോടൊപ്പം പറക്കാനും ആഗ്രഹിക്കുന്നു.
മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അത് മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാകുന്നു എന്ന ആശയം നാടകത്തിലുണ്ട്. പരിസ്ഥിതി നാശവും ഹിംസകളും ഒഴിവാക്കണമെന്ന് നാടകം ആഹ്വാനം ചെയ്യുന്നു. ഇതിലെ രക്ഷകനായ പക്ഷിശാസ്ത്രക്കാരനും വർഗവഞ്ചകനായ ഉടമയുമെല്ലാം ഇന്നത്തെ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. ചിറകുവച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക. ഇതൊരു പരീക്ഷണ നാടകമാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ അനേകം പ്രയോഗങ്ങളുണ്ട്. ചിറകുവച്ച ചിന്തകൾ എന്നതിലൂടെ ചിന്തകൾക്ക് അതിരുകളില്ലെന്നും എത്ര ദൂരത്തേക്കും പറന്നുയരാൻ കഴിയുമെന്നുമാണ് ചിറകുവച്ച ചിന്തകൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. തീ ചൂടുള്ളതും തീവ്രവുമാണ്. വിളഞ്ഞു കിടക്കുന്ന വയലുകളിൽ എത്താനുള്ള കിളികളുടെ ആവേശത്തെയാണ് തീപിടിച്ച സ്വപ്നങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് മറ്റു ചില പ്രയോഗങ്ങൾ ഒന്ന് നോക്കാം. നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. ഉപദ്രവിക്കുന്നവനെയും ഉപകാരം ചെയ്യുന്നവനെയും സ്നേഹിക്കുക എന്നുള്ള ആശയമാണ് ഈ പ്രയോഗം നൽകുന്നത്. ചുവന്ന പൂക്കൾ വെളുക്കുന്നു. തിന്മയുടെ പാതകൾ കൈവെടിഞ്ഞ് നന്മയുടെ പാതയിലേക്ക് എത്തിയപ്പോൾ പൂക്കൾ വെളുക്കുന്നു. വെളുപ്പ് നന്മയുടെ അടയാളമാണല്ലോ. ഇവിടെ ദുഷ്ടത കൈവെടിഞ്ഞു എന്നർത്ഥം. തനത് നാടകവേദിയുടേതായ പ്രത്യേക അടയാളപ്പെടുത്തലുകളാണ് ഇത്തരം പ്രയോഗങ്ങൾ. പരീക്ഷണ നാടകങ്ങളിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണം സാധാരണ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. മറ്റൊരു ചോദ്യം നോക്കൂ. കിളികൾ. എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തമാർന്ന് വെയിലത്ത് വാടി വീഴും. ആ പാടത്തിനൊത്ത നടുവിൽ. പക്ഷിശാസ്ത്രക്കാരൻ. അയ്യോ വേണ്ട, എന്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. ഡോക്ടർ വയല വാസുദേവൻ പിള്ള എഴുതിയത്. ആകുമോ ഭവാന്മാർക്ക് നികത്താൻ സ്നേഹസുന്ദര പാതയിലൂടെ, വേഗമാകട്ടെ വേഗമാകട്ടെ. വൈലോപ്പിള്ളിയുടെ കവിതയുടെ ഭാഗം. രണ്ട് രചനാഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ ഉടമ ചിറകുകൾ സ്വയം അരിഞ്ഞ് സ്വാർത്ഥ ലാഭത്തിനായി സ്വന്തം കൂട്ടരെ ഉപേക്ഷിച്ചു പോയവനാണ്. വർഗവഞ്ചകനായ അവനെ കൊത്തിക്കൊല്ലണമെന്ന് മറ്റു കിളികൾ പറയുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ അവരെ തടയുന്നു. ഹിംസ അരുതെന്നും ഒരിക്കൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഒരുവനെ നാം ശിക്ഷിക്കാൻ പാടില്ലെന്നുമായിരുന്നു പക്ഷിശാസ്ത്രക്കാരന്റെ അഭിപ്രായം. മറ്റൊരുവന്റെ രക്തം ഒഴുക്കാൻ പാടില്ലെന്നും തെറ്റ് പൊറുക്കുകയാണ് വേണ്ടതെന്നുമുള്ള സന്ദേശമാണ് പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഈ ലോകത്തിലെ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നാണ് വൈലോപ്പിള്ളി കവിതാഭാഗത്തിൽ ചോദിക്കുന്നത്. അതിന് സാധിക്കുമെങ്കിൽ വേഗമാകട്ടെ എന്ന് കവി തിടുക്കം കൂട്ടുന്നു. എല്ലാ ദുഷ്ടതകളും മാറി ലോകം സ്നേഹസുന്ദരമാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. നാടകഭാഗത്തും കവിതാഭാഗത്തും ഹിംസയും ദുഷ്ടതകളും ഉപേക്ഷിച്ച് സ്നേഹവും സമാധാനവും നിറഞ്ഞതാകണം ലോകമെന്നും, എങ്കിൽ മാത്രമേ ഭൂമിക്കും സകല ചരാചരങ്ങൾക്കും ഇവിടെ ജീവിക്കാനാകുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നു. ഗുരുവിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിന് പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റമെന്ത്? നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഗുരുവിന്റെ മുഖത്ത് എന്നതിന് പകരം ഗുരുമുഖത്ത് എന്നെഴുതുമ്പോൾ പ്രസ്തുത പദം ഒരു സമസ്ത പദമായി മാറുന്നു. സമസ്ത പദം എന്നാൽ ഒറ്റ പദം. ഇവിടെ പദങ്ങളുടെ ഇടയിലുള്ള ഇന്റെ എന്ന വിഭക്തി പ്രത്യയം കണ്ടോ, ഗുരുവിന്റെ അവിടെയുള്ള ഇന്റെ എന്ന വിഭക്തി പ്രത്യയം ഇല്ലാതാകുമ്പോഴാണ് ഗുരുമുഖത്ത് എന്നാകുന്നത്. പദങ്ങളുടെ ഇടയിലുള്ള വിഭക്തി പ്രത്യയം ലോപിച്ച് സമസ്ത പദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് പദങ്ങളുടെ ഇടയിലുള്ള ഒരു വിഭക്തി പ്രത്യയം ലോപിക്കുമ്പോഴാണ് അത് സമസ്ത പദം അല്ലെങ്കിൽ ഒറ്റപ്പദമായി മാറുന്നത്. ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം, സമസ്ത പദമായി ഉപയോഗിക്കുന്നത് ഭാഷയെ ഭംഗിയുള്ളതാക്കാനും അതുപോലെ പ്രയോഗത്തിനും ഉച്ചാരണത്തിനും എല്ലാം സൗകര്യപ്രദമാണ്.
കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഇതാ അരയാൽ ചോട്, അത് ചേർത്ത വാക്കാണ്. അത് പിരിച്ചു പറയുമ്പോൾ അരയാലിന്റെ ചോട്. അപ്പോൾ അരയാലിന്റെ ചോട് എന്ന വാക്ക് അതിന്റെ സമസ്ത പദമാണ് അരയാൽ ചോട്. ഇവിടെ ഇടയിലുള്ള ഇന്റെ എന്ന വിഭക്തി പ്രത്യയം ലോപിച്ചിരിക്കുന്നു. അതുപോലെ പക്ഷിയുടെ കുഞ്ഞ്, അവിടെ ഉടെ എന്ന വിഭക്തി പ്രത്യയം ലോപിച്ച് പക്ഷിക്കുഞ്ഞ് എന്നാകുന്നു. അന്തിയിലെ ചോപ്പ്, ഇവിടെ അന്തിയിലെ എ എന്ന വിഭക്തി പ്രത്യയം ലോപിച്ച് അന്തിച്ചോപ്പ് എന്നാകുന്നു. കതിരിന്റെ കുല, ഇന്റെ എന്ന വിഭക്തി പ്രത്യയം ലോപിച്ച് കതിർക്കുല എന്നാകുന്നു. കാട്ടിലെ അരുവി, ഇവിടെ എ എന്ന വിഭക്തി പ്രത്യയം ലോപിച്ച് കാട്ടരുവി. ആലിന്റെ തറ, ഇന്റെ എന്ന വിഭക്തി പ്രത്യയം ലോപിച്ച് ആൽത്തറ. നീലയായ ആകാശം, ആയ എന്ന പ്രത്യയം ലോപിച്ച് ഇവിടെ നീലാകാശം എന്നായി മാറിയിരിക്കുന്നു. അടുത്തത് ശരിയായ പദരൂപം നമുക്കൊന്ന് കണ്ടെത്താം. പരീക്ഷയ്ക്ക് വരുന്ന മാതൃകയിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരേ വാക്ക് 4 രീതിയിൽ തന്നിരിക്കുന്നു. അതിൽ ഒരെണ്ണം ശരിയായിരിക്കും. എ പക്ഷിശാസ്ത്രക്കാരൻ, രണ്ടാമത്തെ പക്ഷിശാസ്ത്രക്കാരൻ, 3 പക്ഷിശാസ്ത്രക്കാരൻ, 4 പക്ഷിശാസ്ത്രക്കാരൻ. ഇതിൽ ഒരെണ്ണമാണ് അക്ഷരത്തെറ്റില്ലാതെ ഉള്ളത്. ഏതാണെന്നൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ എ പക്ഷിശാസ്ത്രക്കാരൻ. അപ്പോൾ ഈ മാതൃകയിൽ ചോദ്യങ്ങൾ വരാവുന്നതാണ്. പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു. ഈ വാക്യത്തിന്റെ പൊരുളെന്ത്? ഇതാര് പറയുന്നതാണ്? പക്ഷിശാസ്ത്രക്കാരൻ. അദ്ദേഹം അന്ധനാണല്ലോ, എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് അനുഭവജ്ഞാനം കൂടും എന്നാണ് ഇതിന്റെ ആശയം. ശരശയ്യ എന്ന പദം എങ്ങനെയാണ് വിഗ്രഹിക്കുക? ശരം കൊണ്ടുള്ള ശയ്യ. കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ല, നാട്ടുകാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്നു. നമ്മളിവിടെ ചെയ്യേണ്ടത് അർത്ഥവ്യത്യാസം വരാതെ ഇത് ഒറ്റ വാക്യമാക്കി മാറ്റണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതുപോലെ ഒറ്റ വാക്യമാക്കാൻ ചോദിക്കും, ചിലപ്പോൾ ലഘുവാക്യങ്ങളാക്കാനും ചോദിക്കും. കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ല, അവിടെ സ്റ്റോപ്പ് അല്ലേ, അത് ചേർത്ത് എഴുതുമ്പോൾ കണ്ടില്ലെങ്കിലും കണ്ടോ, ചേർന്നല്ലോ. നാട്ടുകാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്നു. ഇനി മറ്റൊരു ചോദ്യം. അപ്പോൾ കാലിളകി കൂട് പൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ, നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? കിളിയുടെ ചോദ്യത്തിലെ കാലിളകി കൂട് പൊളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത്? കടലിന് മുകളിൽ കൂടുവച്ചാൽ അപകടമാണ് എന്ന് പറയുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും തകർച്ചകളെയുമാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. സുരക്ഷിതമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ആപത്തുകളായി മാറാം. ഉറക്കം തീരുക, തിരകൾ വിഴുങ്ങുക എന്നിവ ജീവിതത്തിൽ വന്നു ഭവിക്കാവുന്ന ആപത്തുകളെ സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു കുഞ്ഞിന്റെ മരണം എന്ന പാഠത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.